സൂക്ഷിച്ചു. നിങ്ങൾ എവിടെയാണ് സുരേഷ് ഗോപി? എവിടെയാണ് നിങ്ങൾ ഒളിച്ചത്? എവിടെയാണ് നിങ്ങൾ ഒളിച്ചത്? ഏത് പെരുന്തക്കാട്ടിലാണ് നിങ്ങൾ ഒളിച്ചത്? ആ ചെടിയുടെ മേലെ ആരാണ് സുരേഷ് ഗോപിയോ എന്ന് ചോദിച്ചുള്ളവരാണ്. സിപിഎമ്മിന്റെ ഓഫീസിന് നേരെ ബിജെപി നടത്തിയ ജനാധിപത്യ വിരുദ്ധമായ സമരങ്ങളും പ്രതിഷേധങ്ങളും നാട്ടിൽ സ്വാഭാവികമാണ്. എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും എംപിമാരുടെയും ഓഫീസുകളിലേക്ക് ജനാധിപത്യ വിരുദ്ധ നടപടികൾ ഉണ്ടായാൽ പ്രതിഷേധിക്കുക സാധാരണ നടപടിക്രമമാണ്. എന്നാൽ ആ നടപടിയിൽ പ്രതിഷേധിച്ച സിപിഎമ്മിന്റെ ഓഫീസിന് നേരെയാണ് ബിജെപി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ഇന്നലെ ആക്രമണം സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. ആ ആക്രമണം നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ, ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത്. ഇതുകൊണ്ടാണ് തികച്ചും ജനാധിപത്യപരവും സമാധാനപരവുമായിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ആധാരമായിട്ടുള്ള കാര്യം വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ കൃത്രിമം നടത്തിയ ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി ഞങ്ങൾ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത്, സമരം നടത്തുന്നത് എന്ത് രീതിയാണ്? ഞങ്ങൾ ബിജെപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങൾ സമരം നടത്തിയത് നിലവിൽ കേന്ദ്രമന്ത്രിയായ പാർലമെന്റ് അംഗമായ ഒരാളുടെ ഓഫീസിലേക്കാണ്. അത് ജനാധിപത്യപരമാണ്. ഞാൻ MLA ആയിട്ടുള്ള ആളാണ്. എത്രയോ തവണ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ എൻ്റെ MLA ഓഫീസിലേക്ക് നിരവധി മാർച്ചുകൾ നടന്നിട്ടുണ്ട്. ആ മാർച്ചുകൾ നടത്താൻ എല്ലാവർക്കും അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്താൻ തുടങ്ങിയാൽ ഇവരെന്താവും സ്ഥിതി? ഇന്നലെ BJPയുടെ സമരത്തിലുണ്ടായിരുന്നത് 40-ഓ 50-ഓ ആളുകളാണ്. ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, ഈ ജില്ലയിൽ CPIMന്റെ കരുത്ത് മുഴുവൻ ആവാഹിച്ച് ഞങ്ങളൊരു മാർച്ച് നടത്തിയാൽ അത് തടയാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. അത് BJP നേതാക്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്ന് രാവിലെ കമ്മീഷണർ ഓഫീസ് മാർച്ച് ചെയ്തുകൊണ്ട് ശ്രീ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റുകളെ, ക്രമക്കേടുകളെ ന്യായീകരിക്കുന്നത് ഞാൻ ടെലിവിഷൻ ചാനലിൽ കണ്ടു. പ്രിയമുള്ളവരെ, ഞാനൊരു പുതിയ വിവരം നിങ്ങളോട് പറയുകയാണ്. ഇന്ന് കിട്ടിയ വിവരമാണ്. ഇവിടെ നാട്ടിക നിയമസഭാ മണ്ഡലത്തിലെ 69-ാം നമ്പർ ബൂത്ത്, ആ ബൂത്തിൽ 17 വോട്ടുകൾ ഒരാളുടെ കെയർ ഓഫിൽ ചേർത്തിരിക്കുകയാണ്. അയാളുടെ പേര് അനിൽകുമാർ എന്നാണ്. അവിടുത്തെ BJPയുടെ നേതാവാണ്. ചെറുവത്തേരി എന്ന് പറയുന്ന സ്ഥലത്തെ BJPയുടെ നേതാവായിട്ടുള്ള അനിൽകുമാർ CV. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീജയും മകൻ അജിതുമാണുള്ളത്. പക്ഷേ ഏതാണ്ട് 17 വോട്ടുകൾ കൃത്യമായി ഞാൻ പറയാം. ക്രമ നമ്പർ 1432, പേര് അഭിനന്ദ്, കെയർ ഓഫ് അനിൽകുമാർ CV. ക്രമ നമ്പർ 1436, പേര് അതുൽ മാധവ്, കെയർ ഓഫ് അനിൽകുമാർ CV. ക്രമ നമ്പർ 1441, അഭിജിത്ത് CG, കെയർ ഓഫ് അനിൽകുമാർ CV. നേതാ കൃഷ്ണേന്ദു, ജയരാജ്. ജനാധിപത്യപരമായ ഒരു ദൗത്യം ഞങ്ങൾ നിർവഹിച്ചതല്ലേ? അത്തരത്തിൽ സമരം നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ആ ധിക്കാരത്തെ, ധാർഷ്ട്യത്തെ അവരോട് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ: ഇത് കേരളമാണ്.
നിങ്ങൾ നടത്തിയ ഒരു ജനാധിപത്യ അട്ടിമറിയിലൂടെ ഒരു തവണ വിജയം നേടി, അത് ശരിയാണ്. പക്ഷെ എല്ലാ കാലത്തും അത് നിലനിൽക്കും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. തികച്ചും ശരിയായ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രശ്നമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എന്ത് താല്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്? വികസന കാര്യങ്ങളിൽ എന്ത് ഇടപെടലാണ് അദ്ദേഹം നടത്തുന്നത്? ജനങ്ങളുമായിട്ട് ഏത് തരത്തിലാണ് ബന്ധപ്പെടുന്നത്? കേന്ദ്രമന്ത്രിയായതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതല്ലേ? എം പിയുടെ ഓഫീസിൽ അദ്ദേഹം വരാറുണ്ടോ? BJP-ക്കാർക്ക് ഭയങ്കര വികാരമാണ് അവിടെ കരിയോലൊഴിച്ചത്. അവിടെ ആരാ വരാറുള്ളത്? MP അവിടെ വരാറുണ്ടോ? പാർലമെന്റ് മെമ്പർ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ തികച്ചും നിഷേധാത്മകമായിട്ടുള്ള നിലകളിൽ കാണുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തിയത്. അതിന്റെ പേരിൽ പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചത് തെറ്റായ നടപടിയാണ്. ഇതിൽ പ്രതിഷേധിക്കണം എന്നീ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കനത്ത മഴയത്തും CPIM ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആഹ്വാനം ചെയ്ത ഈ സമരത്തിൽ പങ്കെടുത്ത സമരസഖാക്കളെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. BJP-യുടെ സുരേഷ് ഗോപിയുടെ വിജയമെന്ന് നമുക്കറിയാം. സുരേഷ് ഗോപി ഒരു നന്മപരമായി നടന്നുകൊണ്ട് വർഗീയതയ്ക്ക് വേരൂന്നുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ നടത്തിക്കൊണ്ട് വളരെ തന്ത്രപൂർവമായ ഇടപെടലിലൂടെ ഇവിടെ കേരളത്തിൽ വർഗീയതയ്ക്ക് ഒരു വേരുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ തൃശ്ശൂരിനെ തന്നെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എന്നിട്ടും നമ്മളെല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. ഇങ്ങനെ ഒരു വിജയം നമ്മുടെ നാട്ടിൽ സാധ്യതയില്ലല്ലോ. സാംസ്കാരിക നാടായ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ തൃശ്ശൂർ ഏറ്റവും ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ശരിയായ രാഷ്ട്രീയത്തെ വിചിന്തനം ചെയ്യാൻ പ്രാപ്തിയുള്ള ജനസാമാന്യമുള്ള നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനൊരു BJP-യുടെ വർഗീയ വിഷയത്തിനെ ഇവിടെ മുളപ്പിച്ചെടുത്തത് എന്ന് നമ്മൾ എല്ലാവരും അത്ഭുതപ്പെടുമാറായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് നമുക്കതിന്റെ കൃത്യമായ ഉത്തരം കിട്ടിയത്. മുഴുവൻ മണ്ഡലങ്ങളുടെ ഭാഗങ്ങളിലും മുക്കിലും മൂലയിലും വളരെ വിവിധമായ നമ്മയെല്ലാം ആശങ്കപ്പെടുത്തുന്ന ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന എല്ലാ രീതിയിലും ഭരണഘടനയെ തകിടം മറിക്കുന്ന BJP-യുടെ RSS-ന്റെ വർഗീയതയ്ക്ക് വേരൂന്നുന്നതിന് വേണ്ടി പണം കൊടുത്ത് അതിശക്തമായ പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയതിന്റെ ഭാഗമായി ഈ കേരളത്തിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്ത് അതിന്റെ ഭാഗമായി പണമൊഴുക്കിക്കൊണ്ട് തന്നെ കേന്ദ്രത്തിലെ മന്ത്രിയായി വിലസുന്നതും നമ്മൾ കണ്ടു. ബ്രാഹ്മണ വോട്ടുകൾ വാങ്ങി തൃശൂർ ജനതയെ ആകെ വഞ്ചിച്ച കേന്ദ്രത്തിലെ സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇന്നും തൃശൂരിനകത്ത് വന്നിട്ട് പോലും അദ്ദേഹം ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെയോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും മിണ്ടാതെ ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്ന് നമ്മളെല്ലാവരും ദൃക്സാക്ഷികളായതാണ്. ഞാൻ കൂടുതൽ ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. CPM-ന്റെ തറവാടിനകത്ത് വന്ന് ഏത് പാതിരയ്ക്കും ഇരുട്ടിന്റെ മറയിൽ വന്ന് എന്തും ചെയ്തു കളയാം എന്ന് തീരുമാനിച്ചു വരുമ്പോ അവിടെ നേരിടാൻ നൂറുകണക്കിന് സഖാക്കളുണ്ട് എന്ന ഓർമ്മ ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.